Hi friends, once again welcome back to T Blogs. Sweet in what is from available. Okay, ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇതുവരെയുള്ള അപ്ഡേറ്റ് പ്രകാരം രണ്ടിടത്തോ കണ്ട് താമര വിരിഞ്ഞിരിക്കുന്നു. പിന്നെ നല്ല രീതിയിൽ തന്നെ LDF തോറ്റിട്ടുണ്ട്. അത് ഒരുമാതിരി നാണക്കെട്ടുള്ള തോൽവിയാണ്. നമ്മുടെ CM ആയിരുന്ന പിണറായി വിജയൻ സാർ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ തോറ്റിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇനിയും മാറുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഓക്കെ, ഇപ്പം UDF നല്ല രീതിയിൽ തന്നെ വിജയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞേക്കാം. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു അനലൈസ് വീഡിയോ ഞാൻ പറഞ്ഞേക്കാം. പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നിർത്തിയേക്കാം. സത്യം പറഞ്ഞ എന്തുവാവാം, അമൃതവും അധികമായ വിഷമല്ലേ. മാത്രമല്ല, ആൾക്കാരോട് ഒരു പുച്ഛമായിട്ടുള്ള ഒരു വളരെ പുച്ഛമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് കഴിഞ്ഞ സർക്കാർ കാണിച്ചുകൊണ്ടിരുന്നത്. ഈ സർക്കാർ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം രണ്ടാമത് കയറിയപ്പം ഈ LDF സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വെറും എന്താ പറയുക, അവരുടെ വെറും ഒരു മഫായിട്ട് കണക്കാക്കി പല രീതിയിലായിക്കോട്ടെ. ഇപ്പം പല രീതിയിൽ അവർ നടത്തുന്ന പല പ്രസ്താവനകളിലായിക്കോട്ടെ, അങ്ങനെയൊക്കെ ഒരു മഫ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ കണക്കാക്കി. അവർ ഒരിക്കലും വിചാരിച്ചില്ല, അവർ അടിമ എന്നുള്ള രീതിയിലാണ് അവർ ജനങ്ങളെ കണ്ടത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ ജനവിധി വന്നപ്പം നേരെ തിരിച്ചു കുത്തിയത്. പിന്നെ വേറൊരു ഇരിക്കുന്ന പ്രശ്നമെന്നല്ല, ഒരിക്കലും വിജയത്തില്ല. ഒരു പക്ഷേ കൂട്ടുമെന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ താമരയാണെങ്കിൽ ഇപ്പം കയറി വന്നിട്ടുണ്ട്. അവന്മാർ ഇനി എന്തെല്ലാം കാണിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, എന്തൊക്കെ വന്നാലും നമുക്ക് ഓപ്പോസിറ്റ് നമ്മുടെ സൈഡ് ഒപ്പറ്റായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവും പറയാനും ഒരു പ്രതിവശം വേണം. ഇത് ഗവൺമെൻറ് UDFന് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഭരണം കിട്ടിയിട്ടുണ്ട്. ഏകദേശം എൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം 100-നപ്പുറങ്ങൾ പോയിട്ടുണ്ട്. അത് അവരുടെ അഹങ്കാരം വർദ്ധിപ്പിക്കുകയോ ഇല്ലയോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. അങ്ങനെ വരികയാണെങ്കിൽ അറിഞ്ഞുകൂടുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും നല്ല രീതിയിൽ കാഴ്ച മറ്റുള്ള ഗവൺമെൻറ് കൂട്ടല്ല, അത് നല്ല രീതിയിൽ കാഴ്ച നമ്മുടെ ഈ കേരളത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ UDFന് അടുത്ത തവണയും കിട്ടുമായിരിക്കാം. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരും LDFും കയറി വരട്ടെ. പിന്നെ ഈ കണ്ടിന്യൂസ് BJP ഇങ്ങനെ വരുവാണെങ്കിൽ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. കാരണം BJP എന്ന് പറയുന്നത് അവർ മതത്തെ വെച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ LDFും UDFും അതുപോലല്ല, അവർ വികസനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ മതവും ചെറിയ രീതിയിലുണ്ട്. ഓക്കെ, സ്മീ ടി ബ്ലോഗ് സൈനിങ് ഔട്ട്.